എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിൽ ടിക്കറ്റ് ക്വാട്ട പുനഃക്രമീകരിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ജനുവരി മുതൽ കൂടുതൽ ടിക്കറ്റുകൾ ലഭ്യമാക്കുമെന്നും റെയിൽവേ ഡിവിഷണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിലാണ് അധികൃതർ ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ എറണാകുളത്ത് നിന്ന് ടിക്കറ്റ് ലഭിക്കാതിരിക്കുകയും അതേസമയം കോയമ്പത്തൂരിൽ നിന്ന് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതി ട്രെയിനിലുണ്ട്. ഇത് പരിഹരിക്കണമെന്ന് DRUCC അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്നുള്ള യാത്രക്കാരുടെ ബുദ്ധിമുട്ട് വാർത്തകളിൽ വന്നിരുന്നു. 16 കോച്ചുകളുള്ള മെമു സർവീസുകൾ ഡിവിഷനിൽ ആരംഭിക്കുക, മെമു സർവീസുകൾ പ്രതിദിനമാക്കുക, കോട്ടയം രാമേശ്വരം, എറണാകുളം പുതുച്ചേരി, തിരുവനന്തപുരത്ത് നിന്ന് പുതിയ ഹൈദരാബാദ് സർവീസ് എന്നിവ ആരംഭിക്കണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പാർക്കിംഗ് നിരക്ക് കുറയ്ക്കുക, മെമു ട്രെയിനുകൾ എക്സ്പ്രസ്സായി ഓടിക്കുന്നത് അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളും ഉയർന്നു. നേമം, കൊച്ചുവേളി ടെർമിനലുകളുടെ വികസനം നടപ്പിലാക്കണമെന്നും എറണാകുളം മാർഷലിംഗ് യാർഡിൽ ടെർമിനൽ യാഥാർത്ഥ്യമാക്കണമെന്നും അംഗങ്ങളായ P. കൃഷ്ണകുമാർ, പോൾ JJ മാൻവട്ടം, അബ്ദുള്ള ആസാദ് എന്നിവർ ആവശ്യപ്പെട്ടു. ദക്ഷിണ റെയിൽവേ സോണൽ റെയിൽവേ യൂസേഴ്സ് കമ്മിറ്റി അംഗമായി അബ്ദുള്ള ആസാദിനെ നോമിനേറ്റ് ചെയ്തു. DRM ദിവ്യകാന്ത് ചന്ദ്രാകർ അധ്യക്ഷനായിരുന്നു. അതേസമയം കേരളത്തിൽ ഇപ്പോഴുള്ള 2 റെയിൽപാതകളിലൂടെ പരമാവധി ഓടിക്കാവുന്നതിൽ കൂടുതൽ തീവണ്ടികൾ ഓടിക്കുന്നുണ്ടെന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീവണ്ടികൾ കേരളത്തിലെ 2 പാതകളിലൂടെ ഇഴഞ്ഞു നീങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്നും ദക്ഷിണ റെയിൽവേ പറഞ്ഞു. യാത്രാ തിരക്ക് കണക്കിലെടുത്ത് ഒരു തീവണ്ടി കൂടി അനുവദിക്കണമെന്ന യാത്രക്കാരുടെ ആവശ്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളത്തിൽ ചുരുങ്ങിയത് 3ാം റെയിൽപാതയോ കണ്ണൂരോ കാസർകോട്ടോ ഒരു റെയിൽവേ യാർഡോ വേണമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇപ്പോൾ കേരളത്തിലെ റെയിൽവേയുടെ പാതകളുടെ ഉപയോഗം 120%. അറ്റകുറ്റപ്പണി കൃത്യമായി നടത്തുവാൻ സമയം കിട്ടുന്നില്ലെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. കേരളം പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണെന്നും പുതിയ പാത നിർമ്മിക്കുവാൻ അവിടെ സ്ഥലം ഏറ്റെടുക്കുവാൻ കഴിയുമോ എന്ന കാര്യം ഉറപ്പിക്കാനാവില്ലെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു.